അരുൺ ബാബുവിന്റെ വിയോഗ വാർത്ത അറിഞ്ഞ് കഴിഞ്ഞ ദിവസം മുതൽ തന്നെ ബന്ധുക്കളും നാട്ടുകാരും എല്ലാം വീട്ടിലേക്ക് എത്തുകയാണ്. തീർത്തും ദുഃഖസാന്ദ്രമായ ഒരു അന്തരീക്ഷം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അരുണിന്റെ ഒരു ജീവിത പശ്ചാത്തലം അത് നോക്കുമ്പോൾ അരുണിന്റെ വിയോഗം കൂടി ചേർത്ത് വായിക്കുമ്പോൾ ഉണ്ടാകുന്ന വലിയ വേദനയുടെ ഒരു സാഹചര്യമുണ്ട്. കാരണം അരുണിന്റെ സഹോദരി വർഷങ്ങൾക്ക് മുൻപ് ബാംഗ്ലൂരിൽ നഴ്സിംഗ് പഠിക്കാൻ പോവുകയും അവിടെ പനി ബാധിക്കുകയും കൃത്യമായ ചികിത്സ ലഭിക്കാതെ മരണപ്പെടുകയും ചെയ്തിരുന്നു. ആ സംഭവത്തോടു കൂടി തന്നെ അരുണിന്റെ മാതാവ് വലിയ മാനസികാഘാതത്തിലായിരുന്നു, മനോവേദനയിലായിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ ഈ അരുണിന്റെ വിയോഗം കൂടി ഉണ്ടായിരിക്കുന്നത്. ഇന്ന് രാവിലെ മാത്രമാണ് അരുണിന്റെ അമ്മയെ ഈ വിയോഗ വാർത്ത അറിയിച്ചത്. തുടർന്ന് അമ്മ ഈ വാർത്തയുടെ ഒരു ആഘാതം കൊണ്ട് തന്നെ മറ്റ് മാനസികവും ശാരീരികവുമായ ബുദ്ധിമുട്ടുകളുണ്ടായി ആശുപത്രിയിലേക്ക് രാവിലെ കൊണ്ടുപോയി. ഇപ്പോഴും അവർ പൂർണ്ണമായും ശരിയായ ഒരു ആരോഗ്യസ്ഥിതിയിലേക്ക് എത്തിയിട്ടില്ല. വൈദ്യ സഹായം ആവശ്യമുണ്ട് എന്ന ഒരു സാഹചര്യത്തിൽ കൂടി തന്നെയാണ് കടന്നു പോകുന്നത്. ഡോക്ടർമാരും ഇപ്പോൾ വീണ്ടും കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ്. ആരോഗ്യ പ്രശ്നമുണ്ട്, കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ്. ഈ അമ്മയ്ക്ക് താങ്ങാൻ പറ്റാത്ത അന്തരീക്ഷമാണ് ഇപ്പോൾ എടുക്കുന്നത്. കൊണ്ടുപോകാൻ നടത്തുകയാണ്. നല്ല ബുദ്ധിമുട്ടുള്ള അടുത്ത ആശുപത്രി അടുത്ത ആശുപത്രി ഉണ്ട്. ഇതാണ് ഇപ്പോൾ ഇവിടുത്തെ ഒരു സാഹചര്യം. അരുണിന് 2 കുഞ്ഞുങ്ങളാണ്. 13 വയസ്സും അതോടൊപ്പം തന്നെ 3 വയസ്സും പ്രായമുള്ള 2 പെൺകുട്ടികളാണ്. നേരത്തെ പഞ്ചായത്തിൽ താൽക്കാലിക ജോലി ചെയ്യുകയായിരുന്നു, ഡ്രൈവറായി ജോലി നോക്കിയിരുന്നു. കോവിഡിന് മുൻപ് വിദേശത്തേക്ക് പോവുകയും അവിടെ ജോലി ചെയ്യുകയും ചെയ്തിരുന്നു. ആ കോവിഡിന്റെ സാഹചര്യത്തിൽ ജോലി പ്രതിസന്ധിയിലായതോടുകൂടിയാണ് നാട്ടിലേക്ക് വീണ്ടും തിരികെ എത്തിയത്. പിന്നീട് 8 മാസം മുൻപ്, ഇപ്പോൾ 8 മാസം മുൻപാണ് വീണ്ടും കുവൈറ്റിലേക്ക് പോയത്. അവിടെ അക്കൗണ്ടന്റ് എന്ന നിലയ്ക്കായിരുന്നു ഒരു ജോലി തരപ്പെടുകയും ആ ജോലിക്ക് വേണ്ടി അവിടെ പോവുകയുമായിരുന്നു. ഇവിടെ നിന്ന് പോകുമ്പോൾ തന്നെ ഭാര്യയോടും അമ്മയോടും എല്ലാം പറഞ്ഞത് വീട്ടിലെ ബുദ്ധിമുട്ടുകൾ മാറണം, സാമ്പത്തികമായുള്ള പ്രയാസങ്ങൾ ഒഴിവാകണം, കുറച്ചു കാലം വിദേശത്ത് ജോലി ചെയ്യേണ്ടതുണ്ട്. ആ ഒരു പ്രതീക്ഷയോടുകൂടി തന്നെയാണ് അരുൺ നാട്ടിൽ നിന്ന് പോയതും. പക്ഷേ ഇപ്പോൾ ഇങ്ങനെ ഒരു വിയോഗ വാർത്ത വരുമ്പോൾ അത് നാട്ടുകാർക്കും വീട്ടുകാർക്കും ഒക്കെയും താങ്ങാനാകാത്ത ഒരു സാഹചര്യമാണ്. അല്പം പഞ്ചായത്ത് പ്രസിഡന്റെത്തിലുണ്ട്. അല്പം കഴിയുമ്പോൾ മൃതദേഹങ്ങൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാനുള്ള നടപടിയാകും. ഇല്ല, ഇവിടെയുള്ള ഒരുക്കങ്ങളെല്ലാം ആയിട്ടുണ്ട്. നേരെ ഭാര്യ വെട്ടി പോയിട്ടാണ് ഇങ്ങ് കൊണ്ടുവരുന്നത്. പിന്നെ പോത്തൂര് അത് കഴിഞ്ഞിട്ട് ഇങ്ങ് കൊണ്ടുവരും. സംസ്കാരം ഇവിടെ അടുത്ത് തന്നെയാണ്. ഇവിടെ സംസ്കാരം ബന്ധുക്കളുടെ വീട്, പഴയ വീടുണ്ട്, അവിടെയാണ് സംസ്കാരം. അതെ അതെ, അവിടെയാണ് സംസ്കരിക്കുന്നത്. അപ്പം ആദ്യം ഭാര്യ വീട്ടിലേക്ക് പോയിട്ട് ഭാര്യ വീട് ചെന്തിപ്പുര സ്ഥലത്ത് ഭാര്യ വീട്ടിൽ പോയിട്ട് അവിടെ പൊതു സജ്ജര് ഇവിടെ കൊണ്ടുവരും. വന്നിട്ടാണ് അവിടെ സംസ്കാരത്തിൽ പോകുന്നത്. കഴിഞ്ഞ ദിവസത്തെ അതേ ഒരു സാഹചര്യം തന്നെയാണ്. പലർക്കും ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു വിയോഗ വാർത്തയാണ്. കാരണം അത്രയും സജീവമായി ഈ നാട്ടിൽ ഇടപെട്ടുകൊണ്ടിരുന്ന ഒരു ചെറുപ്പക്കാരനാണ്. അങ്ങനെയുള്ള ഒരാൾക്കാണ് ഈ അപകടത്തിൽ ജീവൻ നഷ്ടമായത്. ഹരിവിദ്രയ്ക്കൊപ്പം BV വിനോദ്, ന്യൂസ് 18 തിരുവനന്തപുരം.